എന്താണ് എങ്ങനെയാണ് ഈ റൗണ്ട് ഓഫ് 32ലേക്ക് സ്പെയിൻ്റെ ഒരു യാത്ര ഉണ്ടായത്? ഏതൊക്കെയായിരുന്നു മത്സരങ്ങൾ, എന്തൊക്കെയായിരുന്നു പെർഫോമൻസ്, എവിടെയൊക്കെയാണ് പിഴവുണ്ടായത് എന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. 3 മത്സരം, അതിൽ 2 ജയം, 1 സമനില. ഇതായിരുന്നു സ്പെയിനിലെ ഇതുവരെയുള്ള നില. നമുക്ക് കാർഡിൽ കൃത്യമായി തന്നെ അത് കാണാം. മാത്രമല്ല, ഇനി ഗോൾ എന്താണ്, ഏത് രീതിയിൽ ഗോൾ അടിച്ചു, എത്ര വഴങ്ങി എന്നുകൂടി നോക്കാം. അതിലാണ് സ്പെയിന്റെ മികവ് നമുക്ക് കാണാൻ കഴിയുക. 5 ഗോളാണ് അടിച്ചത്. അത് ഒരു കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഗോൾ ഒന്നുമല്ല, അത്രയും എണ്ണം. പക്ഷേ 1 ഗോൾ പോലും വഴങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ 3 കളികളിലും 1 ഗോളും സ്പെയിനെതിരെ തൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഡിഫൻസ് അത്രമാത്രം ശക്തമാണ് എന്നതിന്റെ തെളിവാണ്. 7 പോയിന്റുമായി ഗ്രൂപ്പ് എച്ചിലെ ജേതാക്കളായിട്ടാണ്, ചാമ്പ്യന്മാരായിട്ടാണ് സ്പെയിൻ അടുത്ത റൗണ്ടിലേക്ക്, ഈ റൗണ്ട് ഓഫ് 32ലേക്ക് എത്തിയത് എന്നുകൂടി ഓർക്കുക. ഇനി ഓരോ മത്സരത്തിലേക്കും വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു സ്പെയിനിന്റെ ഒരു നില എന്നുകൂടി നോക്കാം. ആ സ്റ്റാറ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആദ്യ മത്സരം കന്യകക്കാരായ കേപ്പ് വെർദെയുമായിട്ടാണ്. അതായിരുന്നു ഒരു പക്ഷേ സ്പെയിനിന് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരു മത്സരം. ഈ രീതിയിൽ കളിച്ചാൽ മതി ഒരു മുൻ ചാമ്പ്യന്മാർ എന്ന ചോദ്യമൊക്കെ ഉയർന്ന മത്സരമായിരുന്നു. ഈ കാർഡിൽ കാണുന്ന പോലെ 0-0 എന്ന നിലയിലായിരുന്നു ആ മത്സര ഫലം. അനായാസ ജയം തേടിയിറങ്ങിയ കറ്റലൻസിന് അന്ന് പിഴവ് സംഭവിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തോബ്ലിയോളം പോകുന്നൊരു സമനില എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കന്യകക്കാരനായ നമ്മുടെ ബൊസീനിയൻ ടീമും അന്ന് കളം നിറഞ്ഞ് കളിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. 2ാം മത്സരത്തിലേക്ക് വന്നപ്പോൾ ലാറോജകളുടെ തിരിച്ചുവരവ് നമ്മൾ കണ്ടു. അവിടെ യഥാർത്ഥ ഒരു ഭാവത്തിലേക്ക് സ്പെയിൻ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിനാണ് അന്ന് തോൽപ്പിച്ചത്. അങ്ങനെയാണ് അടുത്ത റൗണ്ടിലേക്ക് എത്തിയത്. 3ാം മത്സരത്തിൽ കരുത്തരായ യുറഗ്വായെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് അങ്ങനെ സ്പെയിൻ റൗണ്ട് ഓഫ് 32ലേക്ക്, ആ ഗ്രൂപ്പിലെ ചാമ്പ്യൻ പട്ടം നേടിക്കൊണ്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതാണ് സ്പെയിന്റെ നിലവിലെ അവസ്ഥ. ആ ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഫോർവേഡ് നിരയൊക്കെ ആ ഒരു പഴയ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ലമീൻ യമാൽ മാത്രമല്ല, ഈ പറയുന്ന റോഡ്രിയും പെഡ്രിയും ഒക്കെ തന്നെ ആ നിരയിലേക്ക്, ആ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇനി ഓസ്ട്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓസ്ട്രിയ പ്രതീക്ഷകളുടെ ഒരു ഭാരവുമില്ലാതെ എത്തിയ ടീമാണ്. എങ്ങനെയായിരുന്നു അവരുടെ ഇതുവരെയുള്ള പ്രകടനം എന്നുകൂടി നോക്കാം. ഈ സ്റ്റാറ്റസ് ടേബിൾ അത് വ്യക്തമാക്കി തരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 മത്സരങ്ങളിൽ നിന്ന് 1 ജയം, 1 തോൽവി, 1 സമനില. അതാണ് ഓസ്ട്രിയയുടെ ഒരു നില. 6 ഗോൾ അടിച്ചപ്പോൾ 6 ഗോൾ വഴങ്ങി എന്നുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രിയ സ്പെയിനെതിരെ കളിക്കുമ്പോൾ എന്തായിരിക്കും നില എന്നത് സൂചിപ്പിക്കുന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു. ഈ 4 പോയിന്റുമായി അർജന്റീന ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഗോൾ ശരാശരിയുടെ അടിസ്ഥാനത്തിലാണ് ഓസ്ട്രിയ റൗണ്ട് ഓഫ് 32ലേക്ക് എത്തിയത്. ഇനി ഓരോ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ആദ്യ മത്സരത്തിൽ തകർപ്പൻ ജയം നേടിയെടുക്കാൻ ഓസ്ട്രിയക്ക് കഴിഞ്ഞു. ജോർദനെ അന്ന് തോൽപ്പിച്ചത് 1-3 ഗോളിനായിരുന്നു. ഒരുപക്ഷെ ഓസ്ട്രിയയുടെ ആത്മവിശ്വാസം ഏറ്റവും കൂടുതൽ ഉയർന്ന മത്സരം കൂടിയായിരുന്നു അത്. 2ാം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരോട് ചെറുത്തു നിന്നും ഒരു മത്സരം നമ്മൾ കണ്ടു. അവിടെയാണ് ഓസ്ട്രിയ അല്ലെങ്കിൽ അർജന്റീനയെ ഇങ്ങനെ പിടിച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരു മത്സരം ആയി അതിന് വിശേഷിപ്പിച്ചതില്ലാത്ത 2 ഗോളിന് തോറ്റുവെങ്കിലും മികച്ച പ്രകടനം ഓസ്ട്രിയ നടത്തി എന്ന പൊതുവിലുള്ള വിലയിരുത്തൽ വന്ന മത്സരം കൂടിയായിരുന്നു അത്. ഇനി 3ാം മത്സരത്തിൽ അൾജീരിയയോട് 3 ഗോളിന്റെ സമനില വഴങ്ങി. പക്ഷേ ഈ പറയുന്ന പോലെ ഗോൾ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ റൗണ്ട് ഓഫ് 32ലേക്ക് ഓസ്ട്രിയ എത്തുകയും ചെയ്തു. അങ്ങനെ മത്സരം നടക്കാൻ എനിക്ക് 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ആരായിരിക്കും സ്പെയിനോ അല്ലെങ്കിൽ ഓസ്ട്രിയയോ ആരായിരിക്കും മുന്നോട്ടേക്ക് പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്ത് പോവുക എന്ന് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.